ഹലോ. സദാചാരം അതിപ്പോൾ ബിഗ് ബോസിനകത്ത് മാത്രമല്ലടേ, പുറത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അനുമോളെ കണ്ടുപഠിച്ചതാണെന്നാണ് ആൾക്കാർ പറയുന്നത്. സത്യമാണോ എന്തോ. എന്തായാലും കാര്യം ഒന്ന് കേൾക്കാം. നീ എന്തുവാ കണ്ടത് മോളെ? അതല്ലേ ചോദിക്കുന്നേ. നിനക്കത് വാതോർന്ന് പറഞ്ഞൂടെ? നീ എന്തുവാ കണ്ടത്? ഞാൻ കണ്ടു മോനെ എന്ന് പറയാതെ നീ കണ്ടത് എന്തുവാ? ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട്, ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവളുടെ തള്ളയാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്നിട്ട് അവൾ കണ്ട കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ്. എന്നാൽ ഈ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾ പറ, എന്തുവാ നിങ്ങൾ കണ്ടത്? മോള് കണ്ടത് അത് പറഞ്ഞൂടെ? ഇത് അമ്മയ്ക്കും പറയാൻ മേല, മോൾക്കും പറയാൻ മേല. പിന്നെ എന്ത് തേങ്ങയാ നിങ്ങൾ അവിടെ കണ്ടത്? താൻ വീഡിയോ ഓഫ് ചെയ്ത ആദ്യം അതൊരു മര്യാദയാണെന്ന്. കണ്ടവൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ ആൾക്കാരുടെ മുന്നിൽ അപമാനിക്കുന്നത് മര്യാദയാണ്. നല്ലതാ, നല്ല മര്യാദയാണ് കൊച്ചേ തനിക്ക് കേട്ടോ. കണ്ടാ പറയോ ഇമാതിരി കച്ചറ സ്വഭാവമാണെന്നുള്ളത്? ആരെങ്കിലും പറയൂ? ഇല്ല. കാണിക്കുന്നതോ താനേ കച്ചറ സ്വഭാവം. കാറിലിരിക്കുന്ന ആൾക്കാരുടെ സ്വകാര്യതയിലോട്ട് എത്തി നോക്കിയിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. അത് ഭാര്യയും ഭർത്താവുമാണ്, അല്ലാണ്ട് കാമുകനും കാമുകിയൊന്നുമല്ല. ആരോ ആയിക്കോട്ടെ. ഇപ്പം ഈ സദാചാരം നോക്കി അവരുടെ സ്വകാര്യതയിലോട്ട് എത്തി നോക്കേണ്ട ആവശ്യം ഈ കൊച്ചിനെന്തായിരുന്നു? അപ്പം ഈ കൊച്ചിനെ എന്തോന്ന് വിളിക്കണം? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ റോഡിൽ കിടക്കുന്ന കാറാണ് അവളുടെ വീടിന്റെ വഴി കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നും പറയാൻ കിട്ടാതെ ഇപ്പം വണ്ടി വീടിന് മുന്നിൽ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ എന്തുവാ പറയണ്ടേ? പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീട്ടിന്റെ വാതൊക്കെ കിടന്നോണ്ട് ഇവര് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണൽ ആയിട്ടുള്ള കാര്യോ? വഴിയെ പോകുന്ന ആൾക്കാരെ മൊത്തം വിളിച്ച് താൻ കാണിച്ചപ്പോ തനിക്ക് ഈ പേഴ്സണൽ ഒന്നും തോന്നിയില്ലേ? എന്നിട്ട് ആ വീഡിയോ എടുത്തപ്പോഴാണ് അവൾക്ക് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഡയലോഗ്. അപ്പം നീ ഫോൺ എടുത്ത നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയത് കുഴപ്പമില്ല അല്ലേ? എന്ത് മര്യാദയാടേ? തൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ തനിക്കത് പ്രശ്നം, അവരെ ആൾക്കാരെ മുന്നിൽ അപമാനിക്കുമ്പോൾ പ്രശ്നമില്ല. നല്ല സ്വഭാവമാണ് കേട്ടോ, നല്ല ഒത്ത സ്വഭാവം. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? ഇതേ ഡയലോഗാണ് ബിഗ് ബോസിൽ അനു പറഞ്ഞത്. അതാണ് എല്ലാവരും കൂടെ അനുവിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. പുറത്താണല്ലോ അവസ്ഥാണ് ചീത്തപ്പേന് മൊത്തം അനുവിനാണല്ലോ. ദൈവമേ, ഒളുപ്പില്ലാത്ത നാണമില്ലാത്ത മാനമില്ലാത്ത പരിപാടി കാണിച്ചിട്ട് പേഴ്സണൽ കാര്യമാണ് പോലും. എങ്ങനെ കണ്ടാ പറയോ അമ്മേ മോളെ ഇമാതിരി കയ്യിലിരിപ്പാന്നുള്ളതൊക്കെ? കഷ്ടപ്പെടേ, കഷ്ടം. ആരോ തനിക്ക് വല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് വേറെ വല്ലയിടത്തും പോയി തീർക്കുക, അല്ലാണ്ട് വഴിയെ പോകുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ട് എന്തിനാ തീർക്കുന്നേ? ഈ കൊച്ചു കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രസ്ട്രേഷനെ ഏത് രീതിയിൽ ആ വീട്ടുകാരോട് എടുക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. നാളെ അമ്മയച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിയുമ്പോൾ അതും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ തോന്നലാണ് കേട്ടോ. ശരി എന്നാൽ ടാറ്റാ.